അതിൽ പാലോടാണ് ചെയ്തത്. അതിൽ ഉറപ്പുകൾ അങ്ങനെ ചൊവ്വാഴ്ചയ്ക്കകം രേഖാമൂലം എഴുതി നൽകും. ആഹ്ലാദത്തിൽ ജന്തർ മന്ദറിൽ നിന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. നമ്മൾ കണ്ടതാണ് ചർച്ചകൾക്ക് ശേഷം CJP പ്രതിനിധികൾ തീരുമാനം വിശദീകരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം ചെയ്തവർക്ക് വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ പിൻവലിക്കുമെന്നതാണ്. നഷ്ടപരിഹാരം നൽകുന്നതിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്നതായിരുന്നു ആവശ്യം. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതതല ചർച്ച നടത്തിയ ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. അതിൽ പാലോട് ജന്തർ മന്ദറിൽ നിന്ന് സമരക്കാർ പിരിഞ്ഞുപോയി തുടങ്ങിയോ? നമ്മൾ അല്പം മുൻപും കണ്ടു അവിടുത്തെ ആഹ്ലാദം. ഉറപ്പായും സമരക്കാരോട് പിരിഞ്ഞു പോകാനാണ് ഇപ്പോൾ CJP വക്താക്കൾ നൽകിയിരിക്കുന്ന ആഹ്വാനം. മണിക്കൂറുകൾ നീണ്ട ചർച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് എത്തുമ്പോൾ തന്നെ ശരീരഭാഷയിൽ തന്നെ പരാജയമുണ്ടായിരുന്നു. JP നദ്ദയുടെയും ഒപ്പം ജിതേന്ദ്ര സിംഗിന്റെയും ശരീരഭാഷയിൽ തന്നെ ഒരു പരാജയത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചർച്ച തുടങ്ങിയത്. ചർച്ച കഴിഞ്ഞ് 4 കസേരകൾ വാർത്താ സമ്മേളനത്തിലേക്ക് ഇടുന്നു. ആദ്യം 2 കസേരകളായിരുന്നു, പിന്നീട് 2 കസേരകൾ കൂടി ഇടുന്നു. അപ്പോൾ തന്നെ ഇത് സമവായത്തിലേക്ക് എത്തിയെന്ന സൂചന മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചു. സംയുക്ത വാർത്താ സമ്മേളനമാണ് വിളിച്ചത്. കൃത്യമായി 3 ആവശ്യങ്ങളാണ് തങ്ങൾ ഉന്നയിച്ചതെന്നും 3 ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്നും CJP വക്താക്കൾ സൗരവ് ദാസും അശുതോഷ് റാങ്കയും വ്യക്തമാക്കി. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രണ്ടാമത്തേത് ഈ പോലീസ് കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ്. എത്ര FIR-കൾ എടുത്തിട്ടുണ്ടോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ BJP മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ എടുത്ത കേസുകളും പിൻവലിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രിമാർ CJP വക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു നടപടിയും സമരക്കാർക്കെതിരെ ഉണ്ടാകില്ല എന്നുകൂടി ഉറപ്പ് നൽകി. അതിന്റെ ഭാഗമായാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനം. എല്ലാവരും സമരവേദി വിട്ട് ഒഴിഞ്ഞു പോകണം, ജന്തർ മന്ദറിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് പോകണമെന്ന നിർദ്ദേശം കൂടി CJP നൽകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജന്തർ മന്ദർ ഒഴിയുകയാണ്. വിനീത, ശരി, ഞങ്ങൾക്കെതിരെ പ്രൊപ്പഗൻഡ പരത്താൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നതുകൂടിയാണ് CJP വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും അവരുടെ കൂടി തോൽവിയാണ് ഈ സമരത്തിന്റെ വിജയമെന്നതാണ്.